ആവശ്യത്തിന് സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നൂഡിൽസിൻ്റെ സെക്ഷനിൽ നോക്കിയിട്ടുണ്ട് ഇതിരിക്കണം. ഞാൻ കുറേ നാളായി ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു സാധനമായിരുന്നു. ആൻഡ് അത് ഞാൻ അവിടെ കണ്ടപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. കാരണം കുറേ ആയല്ലോ അത് കിട്ടണം എന്ന് ആലോചിച്ചിരിക്കണം. അങ്ങനെ അതൊക്കെ കിട്ടി വീട്ടിൽ വന്ന് അപ്പം തന്നെ ഞാനത് ഉണ്ടാക്കാൻ കയറി. കാരണം അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാനത് കഴിക്കാനായിട്ട്. ചെന്ന് പ്രിപ്പറേഷൻ തുടങ്ങി. പ്രത്യേകിച്ച് ബാക്കിയുള്ള നൂഡിൽസിൽ നിന്ന് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിച്ചതിനായിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം തന്നെ ഞാനത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഒരു എക്സ്ട്രാ പൗഡർ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു സോസും ഉണ്ടായിരുന്നു. പൗഡർ ആ ഫ്ലേവറിങ്ങിൻ്റെ ആയിരുന്നു. ഞാൻ മേടിച്ചത് ഒരു ചീസി ഫ്ലേവറായിരുന്നു. അങ്ങനെ ആ പൗഡർ ഇട്ട് അത് കഴിഞ്ഞിട്ട് സോസ് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സോസിൻ്റെ കുട്ടൻസ് അത് ഭയങ്കര സ്പൈസി ആക്കാനായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും കൊണ്ടത് ടേസ്റ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ച്. എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയില്ലല്ലോ, കൊറിയൻ നൂഡിൽസ് ആണ്, എന്താകും എന്ന് നമുക്ക് എല്ലാവരും കഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും കഴിച്ചപ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് വാസ് ഗുഡ്. അതിൽ ഏറ്റവും റിയാക്ഷൻ അടിപൊളി വേണ്ടിയിരുന്നു. ഇവൻ പ്രതീക്ഷിക്കാത്തൊരിതായിരുന്നു, എരിവ്. നൈസായിരുന്നു എൻ്റെ റിയാക്ഷൻ. പക്ഷെ അവൻ്റെ അപ്പം തന്നെ റെമഡി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ കോലുമിഠായി എടുത്ത് കഴിച്ച് അവൻ്റെ എരിവ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും കഴിച്ചിട്ട് അവൻ്റെ എരിവൊന്നും മാറിയില്ല. വെള്ളം കൂടി കുടിക്കേണ്ടി വന്ന്. അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ചെയ്ത്. എല്ലാവർക്കും നൂഡിൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്തത്. ആൻഡ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിനൊരു റീസണുണ്ട്. അത് അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ടൈപ്പ് ടേസ്റ്റ് തന്നെയാണ്. ഒരു എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായി. കണ്ട ലാസ്റ്റ് എനിക്ക് ആകെ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാനേ കിട്ടിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ് അടുക്കള സെറ്റൊക്കെ ആക്കി ക്ലീനൊക്കെ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് കിടക്കാൻ, ഇല്ലെങ്കിൽ ഉമ്മി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.